ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്വാഡ്രാറ്റിക്കലി കൺവേർജൻറ്റ് ആൻഡ് ലീനിയർലി കൺവേർജൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ലീനിയർലി കൺവേർജൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു തിയറം നമ്മൾ ചെയ്തു. ദെൻ ക്വാഡ്രാറ്റിക്കലി കൺവേർജൻറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു സീക്വൻസ് ക്വാഡ്രാറ്റിക്കലി കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടാവണം. തിയറം നോക്കൂ. ലെറ്റ് പി ബി എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ത് പി എന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക്കലി കൺവേർജൻ്റ് എന്നുള്ളതിൽ ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 ആണ്. ലീനിയർലി കൺവേർജൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസ് എടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ജി ഡാഷ് ഓഫ് പി എന്താണ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ജി ഡബിൾ ഡാഷ് ഈസ് കണ്ടിന്യൂസ് വിത്ത് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം. ഓക്കെ. ആൻഡ് ജി ഡബിൾ ഡാഷ് എന്താണ് കണ്ടിന്യൂസും ആണ് വിത്ത് ഈ കണ്ടീഷൻ ഉണ്ട് അല്ലേ. മോഡുലസ് ഓഫ് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം ആണ് ഓൺ ദി ഓപ്പൺ ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് പി. ഓക്കെ. പീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലാണ് ഐ. അതിൻ്റെ അകത്ത് ആ ഫംഗ്ഷൻ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസും വിത്ത് അതെന്താണ് ബൗണ്ടഡും ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ പി നോട്ട് ബിലോങ്സ് ടു അതിൻ്റെ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ഈ ഇൻ്റർവെല്ലിനകത്ത് നിന്നാണ് അല്ലേ. ദ സീക്വൻസ് ഡിഫൈൻഡ് ബൈ പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൺവേർജസ് അറ്റ്ലീസ്റ്റ് ക്വാഡ്രാറ്റിക്കലി ടു പി. Okay. Moreover, for sufficiently large n, modulus of pn plus 1 minus p less than m by 2 into modulus of pn minus p whole square. അപ്പോൾ നമുക്കിവിടെ പി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്നും ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 ആണെന്നും ജി ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ആണെന്നും ബൗണ്ടഡ് ആണെന്നും അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. പി നോട്ട് എന്ന് പറയുന്ന ഇനീഷ്യൽ അപ്രോക്സിമേഷൻ നമ്മൾ ഈ ഇൻ്റർവെല്ലിനകത്ത് എടുക്കണം. ദെൻ ഈ സീക്വൻസ് അല്ലേ പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 നമ്മൾ ഐറ്ററേറ്റീവിലാണ് പറയുന്നത്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ക്വാഡ്രാറ്റിക്കലി കൺവേർജസ് ടു പി ആണെന്ന് കാണിക്കണം. ക്വാഡ്രാറ്റിക്കലി കൺവേർജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? മോഡുലസ് ഓഫ് pn plus 1 minus p divided by modulus of pn minus p is equal to ഇവിടെ സ്ക്വയർ വരണം. ക്വാഡ്രാറ്റിക്കലി എന്ന് പറയുമ്പോൾ സ്ക്വയർ വരണം. is equal to ലാംഡ. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? പി എൻ ഈസ് കൺവേർജസ് ടു പി ഓഫ് ഓർഡർ 2 അല്ലേ is equal to ലാംഡ. ഇതിനെ നമ്മൾ സിംപ്റ്റോട്ടിക് എറർ എന്ന് പറയും. ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ ആയിക്കോട്ടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടിയാൽ മതി അല്ലേ. ഇവിടെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക്കലി കൺവേർജ് ചെയ്യുന്നു. പി എൻ മൈനസ് പി എന്ന് പറഞ്ഞിട്ട് ഹോൾ റേസ് ടു 1 ആണെങ്കിൽ അതായത് മോഡുലസ് ഓഫ് പി എൻ മൈനസ് പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീനിയർലി കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം അല്ലേ. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇവിടെ പി എൻ പ്ലസ് 1 മൈനസ് പി ലെസ് ദാൻ എം ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ആണെന്ന് കാണിക്കണം. അതെപ്പോൾ ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എൻ. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് കെ എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലേ. കെ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിട്ടൊരു ഇൻറ്റിജർ നമ്മൾ ചൂസ് ചെയ്തു കെ എന്ന് പറയുന്നത്. ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ അല്ലേ. പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ ആണ്. ആൻഡ് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും അല്ലേ. ഇത് നമ്മൾ ഇതിന് മുന്നത്തെ ആ തിയറത്തിൽ പറഞ്ഞതായിരുന്നു. ഇങ്ങനെ ഒരു കെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഫിക്സ്ഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയും ജി ഡാഷ് ഓഫ് എക്സ് കണ്ടിന്യൂസും ആയിരിക്കും ഓൺ പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഇവിടെ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബിനകത്ത് എടുത്തിരുന്നത് പോലെ ഇവിടെ നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലാണ് കൺസിഡർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ since modulus of g dash of x less than or equal to k less than 1 ആണ്, then the terms of the sequence pn n is equal to 0 to infinity contained in p minus delta p plus delta അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എന്തായിരിക്കും? ഇതിനകത്തായിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജി ഓഫ് എക്സ് അതായത് നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഈ ഫംഗ്ഷൻ്റെ സൊല്യൂഷനാണ് പി അല്ലേ. ദാറ്റ് ഈസ് ജി ഓഫ് പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അപ്പോൾ പി ആയിരിക്കും. ആൻഡ് ജി ഡാഷ് ഓഫ് പി എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് ഓർഡർ വരെയാണ് തന്നിട്ടില്ല അല്ലേ. ജി ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ വരെയുള്ള നമ്മൾ ടൈലർ പോളിനോമിയൽ എഴുതണം. അതായത് അതുവരെയാണ് എറർ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ജി ഓഫ് എക്സിനെ ആസ് എ ലീനിയർ ടൈലർ പോളിനോമിയൽ അല്ല അതിൻ്റെ ലീനിയർ ആണല്ലേ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി അറ്റ്ലീസ്റ്റ് 2 വരെ വരുന്നവരെ നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിനകത്താണ്. പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിനകത്താണ് ഇതിലെ എക്സ് എന്ന് പറയുന്ന വാല്യൂ അല്ലേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി ഓഫ് എക്സിനെ എങ്ങനെ ടൈലർ പോളിനോമിയലായിട്ട് എഴുതാൻ പറ്റും? ടൈലർ സീരീസും അതുപോലെ തന്നെ ടൈലർ പോളിനോമിയലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടൈലർ പോളിനോമിയലായിട്ട് ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് പി പ്ലസ് ജി ഡാഷ് ഓഫ് പി ഇൻറ്റു എക്സ് മൈനസ് പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് പി ഹോൾ സ്ക്വയർ. അതായത് ഇവിടെ എഴുതിയിട്ടുള്ള ടി എന്ന് പറയുന്നത് എക്സിൻ്റെയും പിൻ്റെയും ഇടയിലായിട്ട് വരുന്ന മറ്റൊരു നമ്പർ ആയിരിക്കും അല്ലേ, വേർ ടി ഈസ് ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് പി. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ജി ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് പി എന്തായിരിക്കും? പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജി ഓഫ് പിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യാൻ പറ്റും? പി എന്ന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജി ഡാഷ് ഓഫ് പി എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ എങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ഇത് 0 ആയി പോകും അല്ലേ, പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് പി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് പി ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു പി എന്ന് കൊടുക്കുകയാണ്. ഈക്വൽ ടു പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ടാണ് മാറുക? ജസ്റ്റ് ഒരു സ്റ്റാർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും? ജി ഓഫ് പി എൻ ഇതിവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഇത് നോക്കണം. ജി ഓഫ് പി എൻ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ പി എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് വരും? ജി ഓഫ് പി എൻ ഇസ് ഈക്വൽ ടു പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ്, ഇവിടെ നമ്മൾ എക്സിന് പി എന്ന് കൊടുക്കുമ്പോൾ ടി ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ടി എൻ ആയിട്ട് മാറും. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു ടി എൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ജി ഡബിൾ ഡാഷ് ഓഫ് ടി എൻ ബൈ 2 ഇൻറ്റു എക്സിന് പി എൻ കൊടുത്താൽ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ജി ഓഫ് പി എൻ എന്താണ്? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജി ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി എൻ പ്ലസ് 1 ആണ് അല്ലേ, ഓർ പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1. ഇങ്ങനെയാണ് നമ്മൾ ഇറ്ററേറ്റീവിൽ സീക്വൻസ് ഡിഫൈൻ ചെയ്യാറുള്ളത്. പി എന്ന് പറഞ്ഞാൽ ജി ഓഫ് പി എൻ മൈനസ് 1 ആണ്. അപ്പോൾ പി എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി ഓഫ് പി എൻ ആയിരിക്കും. ഇവിടെ എന്താണ് എഴുതുന്നത്? ഇന്നൊന്ന് കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ജി ഓഫ് പി എന്നിന് പകരം എന്ത് എഴുതാൻ പറ്റും? ഇവിടെ പി എൻ പ്ലസ് 1 എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പി എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ ഇസ് ഈക്വൽ ടു അല്ലേ, ഇവിടെ എക്സിൻ്റെ പ്ലേസിലൊക്കെ പി എന്ന് കൊടുക്കുക. അപ്പോൾ ടി എന്തായിട്ട് മാറും? ടി എൻ ആയിട്ട് മാറും. ഓക്കെ, വേർ ടി എൻ ലൈസ് ബിറ്റ്വീൻ പി എൻ ആൻഡ് പി. ഓക്കെ, പി എന്നിൻ്റെയും പിൻ്റെയും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? ടി എൻ വരുന്നത്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യാൻ? പി എൻ പ്ലസ് 1 മൈനസ് പി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? പി എൻ പ്ലസ് 1 മൈനസ് പി ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് ടി എൻ ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമുക്ക് കിട്ടേണ്ടത് പി എൻ പ്ലസ് പി അല്ലേ, പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ എന്നുള്ള ഇങ്ങനെയാണ് നമുക്ക് ക്വാഡ്രാറ്റിക്കലി കൺവേർജ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കിട്ടേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് പോലെ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഡബിൾ ഡാഷ് ഓഫ് ടി എൻ ബൈ 2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് കൊടുക്കണം അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യണം? മോഡുലസ് ഒക്കെ വേണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തും ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ഭാഗത്തും ലിമിറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ലിമിറ്റും കൂടെ ഉണ്ട്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ. ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാഡ്രാറ്റിക്കലി കൺവേർജൻ. ലിമിറ്റും കൂടെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തു കഴിഞ്ഞു. ദെൻ നമുക്കറിയാം ഇനി നമുക്ക് ഇവിടെ ഈ ലിമിറ്റ് മാറിയിട്ട് ഈ ടി എന്ന് പോകണം അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ പി എൻ കൺവേർജസ് ടു പി ആണ് നമുക്കറിയാം ബൈ ഫിക്സ്ഡ് തിയറം. കാരണം ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. അതുപോലെ തന്നെ ഓൺ ദ ഇൻ്റർവൽ പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ആൻഡ് ജി മാപ്സ് ഈ ഇൻ്റർവൽ ടു ഇറ്റ് സെൽഫ് അല്ലേ, ഇതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് പോയിന്റ് തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? പി എൻ കൺവേർജസ് ടു പി ആണെന്ന് പറയാം അല്ലേ. പി എൻ കൺവേർജസ് ടു പി ആണെന്ന് പറയാം. ദെൻ പി എൻ കൺവേർജസ് ടു പി ആണെങ്കിൽ പി എന്നിൻ്റെയും അല്ലേ പിൻ്റെയും ഇടയിലായിട്ടുള്ള നമ്പറാണ് എന്ത്? ടി എൻ. അപ്പോൾ ടി എന്നും എന്തായിരിക്കും? ടി എൻ ഈസ് ഓൾസോ കൺവേർജസ് ടു പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ള ടി എന്നും ഓൾസോ കൺവേർജസ് ടു ഇതിൻ്റെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ടി എൻ കൺവേർജസ് ടു എന്തായിരിക്കും? പി ആയിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതുന്നത്. ഇവിടുന്ന് നമുക്ക് പി എൻ കൺവേർജസ് ടു പി എന്ന് കിട്ടും, അതിൽ നിന്നും ടി എൻ കൺവേർജസ് ടു പി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഡബിൾ ഡാഷ് ഓഫ് പി അല്ലേ. മോഡുലസ് ഓഫ് ജി ഡബിൾ ലിമിറ്റ് പോയിട്ട് എന്ത് ചെയ്യും? ടി എന്നുള്ളത് പി ആയിട്ട് മാറും. മോഡുലസ് ഓഫ് ജി ഡബിൾ ഡാഷ് ഓഫ് പി ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാംഡ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ നോക്കുക? മോഡുലസ് ഓഫ് പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ലാംഡ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദി സീക്വൻസ് കൺവേർജസ് ക്വാഡ്രാറ്റിക്കലി ഇഫ് ജി ഡബിൾ ഡാഷ് ഓഫ് പി ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന സൈസിൽ കൺവേർജസ് ക്വാഡ്രാറ്റിക്കലി ആണെന്നും അതുപോലെ തന്നെ ജി ഡബിൾ ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കൺവേർജസ് ഹയർ ഓർഡറും ആയിരിക്കും.
ഓക്കെ. ദെൻ തിയറത്തിൽ നമ്മളോട് ഒരു കാര്യം കൂടി പറയുന്നു. സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എൻ പി എൻ പ്ലസ് 1 മൈനസ് പി ലെസ് ദാൻ എം ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിരുന്നു, മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം ആണെന്ന്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് പി ലെസ് ദാൻ ഈ ജി ഡബിൾ ഡാഷ് ഓഫ് പി, ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം ആണെന്നുണ്ടെങ്കിൽ ജി ഡബിൾ ഡാഷ് ഓഫ് പി എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ എം ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ലെസ് ദാൻ അല്ലേ, ഇത് എന്തായിട്ട് മാറും? എം ബൈ 2 എന്നായിട്ട് മാറും. ഓക്കെ, എം ബൈ 2 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്കിതിനെ ലിമിറ്റ് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? പി എൻ പ്ലസ് 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ ലെസ് ദാൻ എം ബൈ 2 വിച്ച് ഈസ് ഈക്വൾ ടു ഇത് ഇങ്ങോട്ട് പോകും. എന്താ വരിക? പി എൻ പ്ലസ് 1 മൈനസ് പി ലെസ് ദാൻ എം ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ എന്ന് വരും. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ജി ഡബിൾ ഡാഷ് കണ്ടിന്യൂസും മോഡുലസ് ഓഫ് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോഡുലസ് ഓഫ് ജി ഡബിൾ ഡാഷ് ഓഫ് പിൻ്റെ പ്ലേസിൽ ലെസ് ദാൻ എം എന്ന് കൊടുക്കും അല്ലേ. ലെസ് ദാൻ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ പി എൻ പ്ലസ് 1 മൈനസ് പി ലെസ് ദാൻ എം ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ തിയറത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഫോർ എ ഫിക്സ്ഡ് പോയിന്റ് മെത്തേഡ് ടു കൺവേർജ് ക്വാഡ്രാറ്റിക്കലി ബോത്ത് ജി ഓഫ് പി ഈസ് ഈക്വൾ ടു പി ആൻഡ് ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൾ ടു 0 അല്ലേ. അപ്പോൾ ഒരു ഫിക്സ്ഡ് പോയിന്റ് മെത്തേഡിൽ ആ സീക്വൻസ് കൺവേർജസ് ക്വാഡ്രാറ്റിക്കലി എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ജി ഓഫ് പി എന്ന് പറയുന്നത് പി ആയിരിക്കും. അതുപോലെ തന്നെ ജി ഡാഷ് ഓഫ് പി എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ലീനിയർലി കൺവേർജൻ്റ് ആയപ്പോൾ ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് ക്വാഡ്രാറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് പി പിയും ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0യും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കൂ. പ്രൂവ് if f of p is equal to 0 and f dash of p not equal to 0, then for starting value sufficiently close to p, Newton methods will converge at least quadratically. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അതിനൊരു ഫംഗ്ഷൻ തന്നിട്ട് എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. ദെൻ സ്റ്റാർട്ടിംഗ് വാല്യൂസ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു പി. അപ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന വാല്യൂ സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു പി ആയിരിക്കും. ദെൻ ന്യൂട്ടൺ മെത്തേഡ്സ് വിൽ കൺവേർജ് അറ്റ്ലീസ്റ്റ് ക്വാഡ്രാറ്റിക്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ മെത്തേഡ്സ് കൺവേർജ് ക്വാഡ്രാറ്റിക്കലി നമുക്ക് കാണിക്കണം. അപ്പോൾ ന്യൂട്ടൺ മെത്തേഡ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. പി എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് എഫ് ഓഫ് പി എൻ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്തിച്ചേരണം അല്ലേ. പി എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് എഫ് ഓഫ് പി എൻ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ. ഓർ നമുക്ക് ഇവിടെ വേറെ വാല്യൂ ആയാലും കുഴപ്പമില്ല. പി എൻ ആണെന്നുണ്ടെങ്കിൽ പി എൻ മൈനസ് 1 ആണ് വരിക എന്നുള്ളത്. ഇവിടെ എന്താണോ അതിനേക്കാളും ഒന്ന് കുറവായിട്ട്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഐട്രേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്വാഡ്രാറ്റിക്കലി ആയാലും ലീനിയർലി കൺവേർജൻ്റ് ആയാലും പ്രൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് സീക്വൻസ് കൺസിഡർ ചെയ്യണം? കൺസിഡർ സീക്വൻസ് പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1. നമുക്കറിയാവുന്ന ഇറ്ററേറ്റീവ് മെത്തേഡിലെ സീക്വൻസ് യൂസ് ചെയ്യുക. പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 വേർ എൻ ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഫോർ ജി ഇൻ ദ ഫോം ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കറിയാം അതിലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഇറ്ററേറ്റീവിൽ നമ്മൾ പല മെത്തേഡിൽ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാറുണ്ട്. ജി ഓഫ് എക്സ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ അല്ലേ, അങ്ങനെയാണ് എഴുതാറുള്ളത്. അപ്പോൾ ആ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് മൈനസ് സം ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മൾ ഐറ്ററേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തു പോരുന്നത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലേക്ക് എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐറ്ററേറ്റീവ് മെത്തേഡിൻ്റെ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. വേർ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത്. ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ദെൻ ഫൈനെ ഈ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇത് പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഫൈ ഡാഷ് ഓഫ് എക്സിൻ്റെ ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റൻ്റ് അല്ല, ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ഫൈ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, വെൻ എക്സ് ഈക്വൽ ടു പി, എക്സ് പി ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്തും ആകെ ചേഞ്ച് വരും അല്ലേ. ഇവിടെ എക്സ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് പി ഇസ് ഈക്വൽ ടു 1 മൈനസ് ഫൈ ഡാഷ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി മൈനസ് ഫൈ ഓഫ് പി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് പി. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആണെന്നും അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് പി 0 ആണ്, എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എഫ് ഓഫ് പി ഈക്വൽ ടു 0 വരും. എഫ് ഡാഷ് ഓഫ് പി ഒരിക്കലും ഇതല്ല 0 അല്ല.
അപ്പോൾ നമുക്ക് ഇവിടെ ജി ഡാഷ് ഓഫ് പി എന്ത് വരും? ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇത് 0 ആയി പോകും അല്ലേ. അപ്പോൾ എന്താ വരും? 1 മൈനസ് ഫൈ ഓഫ് പി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് പി എന്നാണ് വരും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1 മൈനസ് ഫൈ ഡാഷ് ഓഫ് പി ഇൻറ്റു 0 മൈനസ് ഫൈ ഓഫ് പി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് പി. ഓക്കെ, അപ്പോൾ ഈ ടേം 0 ആയി പോകും. ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഫൈ ഓഫ് പി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് പി. ഓക്കെ, ദെൻ നമ്മൾ ഐട്രേറ്റീവ് പ്രൊസീജിയറിൽ പറഞ്ഞത് എന്തായിരുന്നു? ജി ഈസ് ക്വാഡ്രാറ്റിക്കലി കൺവേർജൻറ്റ് ഓൺലി ഇഫ് ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 അല്ലേ. അതാണ് നമ്മൾ ലാസ്റ്റ് അതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞു. ജി ഓഫ് പി ഈക്വൽ ടു പിയും ജി ഡാഷ് ഓഫ് പി 0 ആവുന്ന കേസിൽ മാത്രമാണ് ഐട്രേറ്റീവ് മെത്തേഡ് ക്വാഡ്രാറ്റിക്കലി കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ഡാഷ് ഓഫ് പി 0 ആവുന്ന കേസിൽ മാത്രമേ ഇത് ട്രൂ ആവുള്ളൂ. ഇത് ട്രൂ ആവുന്ന കേസിൽ ജി ഡാഷ് ഓഫ് പി എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയുന്നത് കേട്ടോ. അപ്പോൾ ജി ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ഈ ടേം എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഡാഷ് ഓഫ് പി, ഇതൊന്നും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫൈ ഓഫ് പി ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് ഡാഷ് ഓഫ് പി അല്ലേ. ഇതിന്ന് ഫൈ ഓഫ് പി ഇങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഫൈ ഓഫ് പിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 1 ബൈ എഫ് ഡാഷ് ഓഫ് പി എന്ന് വരും. ഓക്കെ, എഫ് ഡാഷ് ഓഫ് പി ഒരിക്കലും 0 ആവില്ല. ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0. ദെൻ ഫ്രം 1 ആൻഡ് 2, 1ഉം 2ഉം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരുന്നു ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2? ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 1 വന്നിരുന്നത് അല്ലേ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ 1ഉം 2ഉം കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 എഴുതാം. അതിൽ നിന്നും ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഫൈ ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ജി ഓഫ് പി എൻ മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? പി എൻ മൈനസ് 1 മൈനസ് ഫൈ ഓഫ് പി എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് പി എൻ മൈനസ് 1. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 ആണെന്ന് അറിയാം. അതിൽ നിന്നും ജി ഓഫ് പി എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ പി എൻ മൈനസ് 1 മൈനസ് ഫൈ ഓഫ് പി എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് പി എൻ മൈനസ് 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പി എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1ൻ്റെ പ്ലേസിൽ ഈ ടേം ഇത്രയും ടേം പി എൻ മൈനസ് 1 മൈനസ് ഇവിടെ നോക്ക് എഫ് ഓഫ് പി എൻ മൈനസ് 1 നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഫൈ ഓഫ് പി എൻ മൈനസ് 1ന് നമ്മൾ എന്ത് എഴുതിയിട്ടില്ല? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഫൈ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ബൈ എഫ് ഡാഷ് ഓഫ് പി ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് പി എൻ മൈനസ് 1 എന്തായിരിക്കും വരിക? 1 ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റു 1 ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് 1 അല്ലേ. അപ്പോൾ പി എൻ ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടിയത്? പി എൻ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് 1. ഇതെന്താണ്? ഇതാണ് ന്യൂട്ടൺ മെത്തേഡ്സിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക്കലി കൺവേർജൻറ്റ് ആ ഇറ്ററേറ്റീവ് മെത്തേഡ് ക്വാഡ്രാറ്റിക്കലി കൺവേർജൻ്റ് ആണെന്നുള്ള കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ന്യൂട്ടൺ മെത്തേഡിലേക്കാണ് എത്തിപ്പെടാൻ പറ്റിയത് അല്ലേ. ന്യൂട്ടൺ മെത്തേഡ് പി എൻ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ. ഓർ ഇവിടെ പി എൻ പ്ലസ് 1 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ? അപ്പോൾ ഇവിടെ പി എൻ ആയിട്ട് മാറുന്നുള്ളൂ അല്ലേ. പി എൻ മൈനസ് എഫ് ഓഫ് പി എൻ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ വരും. ഓക്കെ, ഇത്ര വ്യത്യാസമുള്ള വരുന്നത്. അപ്പോൾ നമുക്ക് ഹെൻസ് ഇഫ് എഫ് ഓഫ് പി 0യും എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺസ് മെത്തേഡ് കൺവേർജസ് ക്വാഡ്രാറ്റിക്കലി. അപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രേറ്റീവ് മെത്തേഡിൻ്റെ എററും മനസ്സിലായി. ഇപ്പോൾ ന്യൂട്ടൺ മെത്തേഡിൽ ഹൈഡ്രേറ്റീവ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ലീനിയർലി കൺവേർജൻറ്റിൻ്റെ എന്താ പറഞ്ഞത്? ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ലീനിയർലി കൺവേർജ് ചെയ്യുന്നു. രണ്ടാമത് ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0യും ജി ഓഫ് പി ഈക്വൽ ടു പിയും ആവുന്ന കേസിൽ ഇത് ക്വാഡ്രാറ്റിക്കലി കൺവേർജ് ചെയ്യുന്നു ഐട്രേറ്റീവ് മെത്തേഡ്. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0യും എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0യും ആവുന്ന കേസിൽ ന്യൂട്ടൺ മെത്തേഡ്സ് കൺവേർജസ് ക്വാഡ്രാറ്റിക്കലി എന്നും കൂടെ കിട്ടി അല്ലേ. ഐട്രേറ്റിൽ നമ്മൾ ജി എന്നുള്ള മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ജി യൂസ് ചെയ്ത് പറയുന്നത്. ന്യൂട്ടണിൽ നമ്മൾ ഒരൊറ്റ ഫംഗ്ഷനെ പറയാറുള്ളൂ. അപ്പോൾ അത് ഫംഗ്ഷൻ എഫ് ഓഫ് പി 0യും എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 എന്ന കേസിൽ ന്യൂട്ടൺ മെത്തേഡ്സ് കൺവേർജ് ക്വാഡ്രാറ്റിക്കലി എന്നും പറയാൻ പറ്റും. ഓക്കെ.